ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടകം രാശിയാണ്. അവരെ സംബന്ധിച്ചും ഇതേപോലെ അഷ്ടമത്തിലേക്ക് രാഹു വരികയും 2ലേക്ക് കേതു വരികയും ചെയ്യുന്നുണ്ട്. അഷ്ടമത്തിലേക്ക് രാഹു വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി 2ാം ഭാവത്തിലാണ് കേതു വരിക, ചിങ്ങൻ രാശിയിൽ. അപ്പോൾ വാക്കുകളെ വളരെയധികം സൂക്ഷിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിലൂടെ നമ്മൾ പല ദോഷങ്ങളെ ഉണ്ടാക്കും. കേതു എന്ന് വെച്ചാൽ സൂര്യൻ്റെ രാശിയിലും കൂടിയാണ്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് എന്തെങ്കിലും കേസ് വഴക്ക് അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ വളരെ നേർമതയോടുകൂടി സംസാരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും സേഫായിട്ടിരിക്കുക. അതേപോലെ 9ൽ ശനിയാണ്. 9ാം ഭാവത്തിലെ ശനിയെ എപ്പോഴും ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുക, ഭജന ചെയ്യുക. ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പങ്കെടുക്കുക, മനസ്സിനൊക്കെ ഒന്ന് റിലാക്സ് ആക്കുക, നാവിനെ വളരെയധികം കെയർ ചെയ്യുക. 1.5 വർഷക്കാലം കേതുപടിയുണ്ട് നമുക്ക്. അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ ഇപ്പോൾ ഇവിടെ ചിങ്ങമാസത്തൊക്കെ വരുമ്പോൾ സൂര്യനും കേതുവും കൂടി ഒന്നിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഒന്നും കൂടി ദേഷ്യക്ക് കൂടുന്നൊരു സമയമാണ്. അപ്പോൾ നിധി, വാക്ക് എന്നൊക്കെയാണ് 2ാം സ്ഥാനത്തിന് നമ്മൾ പറയാം. അപ്പോൾ ആ നിധി കിട്ടുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ വാക്ക് വളരെയധികം കെയർ ചെയ്യുക. ഇതാണ് ആയില്യ നക്ഷത്രക്കാർക്കുള്ള ഏറ്റവും കൂടുതൽ പറയേണ്ടത്. വ്യാഴം 12ലാണ്. അത് മനസ്സിലാക്കി നമ്മുടെ വാക്കിനെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷെ രോഗാവസ്ഥകൾ നോക്കണം. രോഗം ഈ രാഹു അഷ്ടമത്തിലായതുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ രോഗത്തെ ആയാലും നമ്മുടെ വാക്കുകളൊക്കെ വളരെ കുറയ്ക്കുക, കുറച്ചൊക്കെ മൗനവ്രതത്തിലിരിക്കുക. അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.